ഇത് നല്ല വണ്ടിയാണ്, ഒറിജിനൽ പെയിന്റ് ആണ്. 2011 വണ്ടി, 38,000 മാത്രം ഓടിയ വാഹനമാണ്. ഫുൾ കമ്പനി സർവീസാണ്. ഓക്കെ. വണ്ടി കേരളത്തിൽ ഇന്ന് അതർ സ്റ്റേറ്റ് ലക്ഷറി വാഹനങ്ങൾ കിട്ടുന്നതിൽ ഏറ്റവും വിലക്കുറവിൽ കൊടുക്കുന്ന ഒരാളടുത്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഷാനവാസ്ക, ഷാനു വീൽസ് എന്നാണ് പേര് അല്ലേ. ഫ്രീലാൻസ്, അതായത് വീട്ടിൽ നിന്ന് തന്നെ ഇട്ട് ചെയ്യുന്നതാണ് പുള്ളി, വേറെ എവിടെയും കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോയിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് നോക്കിയാൽ മതി. വില കൂടുതൽ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടൊന്നും ആരും കമൻറ്റ് ചെയ്യില്ല. അത്രയും വിലപ്പാകത്തിലാണ് കൊടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തേലെന്ന് വെച്ചാൽ സ്പെഷ്യൽ ബെൻസ് എപ്പിസോഡാണല്ലേ, ഫുള്ള് ബെൻസാണ്. ഈ സ്റ്റോക്ക് മാത്രമാണോ ഉള്ളത്? ഇനിയുണ്ടോ? ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. പുതിയൊരു വീഡിയോ നമുക്ക് വൈകാതെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് ബെൻസിന് വേണ്ടി മാത്രം, ബെൻസ് എന്ന് വെച്ചാൽ പൊതുവെ എന്താ അഭിപ്രായം, ബഡ്ജറ്റ് ബെൻസുകൾ അല്ലേ. അതിൽ തന്നെ മെയിൻ്റനൻസ് ഒക്കെ കുറവുള്ള വണ്ടികൾ കൂടുതലും. ഓക്കെ, അങ്ങനത്തെ സെഗ്മെൻ്റാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉപകാരപ്പെടും നിങ്ങൾക്ക്. അപ്പോൾ ഒരു പ്രീമിയം കാറ്റഗറിയിലൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ പേടിക്കാതെ മാറാം. കാരണം എന്ന് വെച്ചാൽ പുള്ളി സർവീസും കൊടുക്കുന്നുണ്ട്, വീട്ടിൽ തന്നെ പോയിട്ട് സർവീസും കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുത്തതിന് ശേഷം ആഫ്റ്റർ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാർട്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ആ ഒരു വിശ്വാസമാണ്, ആ ഒരു ധൈര്യമാണ്, വേറൊന്നുമല്ല. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മോങ്ങത്താണ്. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ മോങ്ങം, മലപ്പുറം ജില്ലയിൽ. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നത്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നോക്കാമല്ലേ ഡീറ്റെയിൽ? ഓക്കെ. ആദ്യ വാഹനം സി ക്ലാസ് ആണ്, C250 ഡീസൽ വാഹനം അല്ലേ. പൊതുവേ ബെൻസിൽ കേൾക്കാറുള്ളത് സി ക്ലാസ് ആണ്, മെയിൻ്റനൻസ് വളരെ കുറവ് അല്ലേ. ഓക്കെ, അതിൽ C250 ആണ് ഡീസൽ വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2011 രജിസ്ട്രേഷൻ, ഇയർ ഓഫ് മാനുഫാക്ചറിങ് 2010 ഡിസംബർ. ഓക്കെ, രജിസ്ട്രേഷൻ 11. ഓക്കെ, അതുകൊണ്ട് തന്നെ ടാക്സ് വെറും 50-60,000 മതി മാക്സിമം. ഇനിയിപ്പോൾ മാറുമ്പോൾ ഓക്കെ, 98,000 കിലോമീറ്റർ, 98,000. ഈ പ്രീമിയം ചെയ്യുമ്പോൾ അധികം കേൾക്കുന്നതാണ് കിലോമീറ്ററിൻ്റെ കാര്യത്തിലുള്ള ഡൗട്ട്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഈ വീഡിയോസിലും അതൊന്ന് പറഞ്ഞു കൊടുത്തേ. എങ്ങനെ ആളുകൾക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും രീതിയിൽ ഫേക്ക് ആണോ തോന്നുകയാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം. അത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നും വേണ്ട. ആ ഒരു വാക്ക് ഒരുപാട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യം. അതെ, അത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. 98,000, 2011. ഇത് എവിടെ ഇപ്പോൾ രജിസ്ട്രേഷൻ മാറിയിട്ടില്ല, ഒന്നും ഇതാക്കില്ല. ഇപ്പൊ നമ്മൾ മാറ്റി വെക്കാറില്ല പഴയതുപോലെ. ചില വണ്ടികളൊക്കെ അങ്ങനെ നിർബന്ധമുള്ള വണ്ടികളെ അങ്ങനെ മാറ്റി വെക്കാറ്. NOC ഒന്നും എടുത്തില്ല. കസ്റ്റമർ NOC എടുത്തിട്ടേ വണ്ടി തരുള്ളൂ എന്നുള്ള വണ്ടികൾ മാത്രമേ NOC എടുക്കാറുള്ളൂ, അല്ലാത്തതൊന്നും എടുക്കാറില്ല. അതുകൊണ്ട് ഇത് NOC എടുത്തിട്ടില്ല. ഇത് എവിടേക്ക് വേണമെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യാം. ഓക്കെ, വെറും 50,000-60,000 രൂപന്റെ ഉള്ളിൽ മതി. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ഫൈനൽ 5,400,000, 5,20,000 രൂപയ്ക്ക് ഒരു ബെൻസ്. C250 ആണ്, C250 അവൻഗാർഡ് ആണ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. അവൻഗാർഡ് അല്ലേ, ഏറ്റവും ടോപ്പ് എൻഡ് ആണ് മോഡൽ വരുന്നത്. വേറെ റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ. ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അഡീഷണൽ. ഓക്കെ, കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. C250 ഡീസൽ. ബെൻസിന്റെ ഒരു പെർഫോമൻസ് അറിയണമെന്ന് ആഗ്രഹമുള്ള കുറെ പേരുണ്ടാവും. 5,400,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ടാക്സ് അടച്ച് പുതിയ പേപ്പർ എടുക്കണമെങ്കിൽ തന്നെ അല്ലേ. അതെ, 10,000-60,000 രൂപ മാക്സിമം 50-60 ഇടയിൽ കണ്ടാൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകും. വീണ്ടും സി ക്ലാസ് ആണ്, പക്ഷേ ഇപ്രാവശ്യം പെട്രോൾ ആണ് വണ്ടി. C200 ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2011 മോഡല്, 38,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. നേരത്തത് 92,000, ഇത് വെറും 38,000 പെട്രോൾ വണ്ടിയാണ്. 39ന്റെ അടുത്ത്. ഓക്കെ, 38,800 അങ്ങനെ. ഓക്കെ, കമൻറ്റ് നിങ്ങൾ ചെയ്യാനൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 38,000 കിലോമീറ്റർ. ഇതും അവൻഗാർഡാണ്. അവിടെ എത്ര സിംഗിൾ ഓണർഷിപ്പാ? അല്ല, ഇത് തേർഡ് ഓണർഷിപ്പാണ് അവിടെ. ഇത് അവർ പറയണത് കമ്പനി ടു ഇൻഡിവിജ്വൽ എന്നാണ്. പിന്നെ എല്ലാവരും പറയണ ഒരു കോമൺ ടോക്കാണ്. ഓക്കെ. അപ്പോൾ ഇതും ടോപ്പ് എൻഡ് തന്നെയാണ്. അവൻഗാർഡിലല്ലേ ഈ അഡ്ജസ്റ്റബിൾ ഒക്കെ എല്ലാ വണ്ടിയും അല്ല, ഡോറിൽ വരുന്ന അതും എല്ലാത്തിലും വരും. അവൻഗാർഡിലാവുമ്പോൾ എന്താ അതിൻ്റെ ഒരു വ്യത്യാസം വെച്ചാൽ സീറ്റ് അല്ലെങ്കിൽ ഇന്റീരിയർ ഒക്കെ ഒത്തിരി കൂടെ പ്രീമിയം ഒരു സ്റ്റൈലിലാവും ചെയ്തിട്ടുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. അതൊരു ലിമിറ്റഡ് എഡിഷൻ, ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അത്, വേറൊന്നുമല്ല. ഓക്കെ, ഓൾമോസ്റ്റ് ടയേഴ്സ് ഉണ്ട്, എടുത്തു കഴിഞ്ഞാൽ അതൊന്നും മാറണ്ട. സെക്കൻഡ് കീ ഉണ്ട്. പിന്നെ നല്ല പാർട്ടി ഉപയോഗിച്ച വണ്ടിയാണ്. ഇതിൽ ഇൻഷുറൻസ് നമ്മൾ ഇതിൽ പുതിയത് എടുത്തും കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി എക്സ്പയർ ആയിട്ടുണ്ട്. എത്ര വരും? ഫസ്റ്റ് പാർട്ടായിരുന്നു ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നത്. 13,000 രൂപക്ക് 680 അങ്ങനെ എന്തോ ആയിരുന്നു. IDV അല്ല, 680 ആയിരുന്നു
ഇതിന്റെ കോസ്റ്റ്. ഓക്കെ. അതായത് IDVIS അതിന് 13,000 തോന്നുന്നുണ്ട്. ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി കെട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി കസ്റ്റമർ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ അഡീഷണൽ അതിൻ്റെ 10,000 മേലെ വരുന്ന സംഖ്യ തന്നാൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സും കെട്ടിക്കൊടുക്കാം. നിങ്ങൾ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഈ എമൗണ്ട് തന്നെ തേർഡ് പാർട്ടി എടുത്തു കൊടുക്കാൻ പറ്റും. ഓക്കെ. 2011 വണ്ടി 38,000 മാത്രം ഓടിയ വാഹനമാണ്. എങ്ങോട്ടും NOC എടുത്തിട്ടില്ല. പെട്രോളാണ്. പെട്രോൾ ഈ ഒരു വണ്ടിക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? മൈലേജ് ഒരു 12 കിലോമീറ്റർ 13 കിലോമീറ്റർ ഒക്കെ എന്തായാലും കിട്ടുന്നുണ്ട്. 1796 cc ഉള്ളൂ. മാത്രമല്ല മെർസിഡീസ് ഒന്നും അങ്ങനെ മൈലേജിലൊരു ഷോട്ട് ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഏത് കാറുകളായാലും ഇപ്പം ഈ പ്രീമിയം സെഗ്മെന്റിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടി ബെൻസ് തന്നെയാണ്. ഷാനവാസ്ഖാനോട് മുന്നേ ചോദിച്ചാണ് പ്രീമിയത്തിൽ ഏതൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് അത് ബെൻസ് ആണ്. ഇതൊക്കെ തന്നെയാണ്, വേറൊന്നല്ല. ഓക്കെ. ഇതിന്റെ പ്രൈസ് മാറാനുള്ള ഒരു പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്ന 5.75. ഇത് ഈ ലോ കിലോമീറ്റർ അതിനെ കൊണ്ടാണ് ഈ ഒരു പൈസ. ഇതേ മോഡൽ തന്നെ നമ്മൾ അടുത്ത് വേറെ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. പക്ഷെ അത് കിലോമീറ്റർ കൂടിയതിനെ കൊണ്ട് കുറച്ചും കൂടെ പ്രൈസ് കുറച്ചു. ഇതിന്റെ ഒരു ഇതെന്താ വെച്ചാല് നല്ലൊരു വൃത്തിയിലാണ് വണ്ടി ഉപയോഗിച്ചത്. മാത്രമല്ല ഇതൊരു റയർ കളറാണ്. അവൻഗാർഡിലെ ഈ കളർ വരുന്നുള്ളൂ. ഇത് കളറ് എല്ലാ കോമൺ ആയിട്ട് വരുന്ന ഒരു കളറല്ല. എലിഗൻസിലും ക്ലാസിക്കിലും ഒന്നും വരുന്ന കളറല്ല. അവൻഗാർഡ് അതിനെ കൊണ്ടാണ്. പിന്നെ നല്ല വണ്ടിയാണ്, നല്ല രീതിയിൽ ഉപയോഗിച്ചാണ്. സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഇതിനെത്രയോ? ഇതിനും ഏതാണ്ട് ഒരു 50-60 രൂപേൻ്റെ ഉള്ളിലേ വരും. ഒരു വർഷത്തെ ടാക്സേ വരുള്ളൂ. ഒരു വർഷത്തല്ല 11 അല്ലേ, 25 അല്ലേ ഇപ്പോൾ. ഇനി 26 മാത്രം അടച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞാൽ 10,800 സാധാരണ ടാക്സ്. ഓക്കെ. അടുത്ത വണ്ടി നേരത്തെ കണ്ട സെയിം മോഡൽ തന്നെയാണ്. C200 പെട്രോൾ തന്നെയാണ്. പക്ഷെ നേരത്തെ കണ്ട എഞ്ചിൻ CGI ആയിരുന്നു. ഇത് കോംപ്രസറാണ് അല്ലേ? ഓക്കെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2009 മോഡല്, സിംഗിൾ ഓണറാണ്. ഒറ്റ പാർട്ടി ഉപയോഗിച്ച വണ്ടി. അവർ പോറിറക്കി നല്ല രീതിയിൽ ഉപയോഗിച്ച ഫുൾ കമ്പനി സർവീസാണ്. വണ്ടി 1,00,000 കിലോമീറ്റർ, 1 lakh കിലോമീറ്റർ. ഇത് ഓൾറെഡി റിന്യൂവൽ എടുത്തിട്ടുണ്ട്. 5 വർഷത്തേക്ക് റിന്യൂവൽ എടുത്തിട്ടുണ്ട്. 2029 വരെ പേപ്പേഴ്സ് വാലിഡ് ആണ്. ഇനിയിപ്പോൾ ഇത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് വെറും 10,800 ടാക്സ് അടച്ചാൽ മതി. 10,800 അടച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ടാക്സ് ആവും. 5 വർഷത്തെ പേപ്പറിൽ 2030 വരെ ഓൾ പേപ്പേഴ്സ് വാലിഡ് ആയിരിക്കും. ഓക്കെ. ഇത് നമ്മൾ വിത്ത് NOCയിൽ വെറും 4 ലക്ഷം റുപ്യക്കാണ് കൊടുക്കുന്നത്. 4 ലക്ഷത്തിന് NOCയിൽ ഈ ഒരു വണ്ടി കൊണ്ടുപോകും. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ 10,800. ഇതിന്റെ ഫ്രണ്ടിലെ ഗ്രില്ല് ഇതാണ്. ഇത് കമ്പനി വരുന്നത്. ഇപ്പൊ ഇത് മാറിയിട്ട് നമുക്ക് പുതിയ വലിയ ലോഗോ ഇല്ലേ, അത് ചെയ്ത് കൊടുക്കണം. അത് കസ്റ്റമർക്ക് ചോയ്സിനനുസരിച്ച് ഇത് മതിയെങ്കിൽ ഇത്, ഇനി അതുമാണെങ്കിൽ അത് നമുക്ക് വെച്ചു കൊടുക്കാം. അതിൽ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാം. ഓക്കെ. വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഇവിടെ റോഡിന്റെ പണി നടന്നുകൊടുക്കുകയാണ്. JCB വർക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലും സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ. ചെറിയൊരു എമൗണ്ടിൽ മാറാനും പറ്റും. 4 ലക്ഷം ഒരു ശരിക്കൊരു ചെറിയ ഒരു പാർട്ടിക്കൊക്കെ ആണെങ്കിൽ ഇത് മതി. കാരണം എന്തുകൊണ്ട് ഫീലും കിട്ടും. വെരി ഓൾഡ് ഷേപ്പ് അല്ലാണും. ഈ ഗ്രില്ല് മാറി കഴിഞ്ഞാൽ അത് ന്യൂ ഷേപ്പ് ആയിട്ട്. പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത 4 ടയർ പുതിയതാണ്. പുത്തന. പിന്നെ സെക്കൻഡ് ചാവി ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം. പിന്നെ ഇതിന്റെ ടാക്സ് അടക്കണ്ട എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം പല വണ്ടികൾക്കും ടാക്സ് അടക്കാനാണ് ആളുകൾക്ക് ചെറിയൊരു മടി. അപ്പോൾ ഇത് ടാക്സ് അടക്കണ്ട എന്നുള്ള. അപ്പോൾ 4 ലക്ഷത്തിന് കൊണ്ടുപോകാം. 10,800 ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ കേട്ടോ. ഇനി കസ്റ്റമർക്ക് വേണമെങ്കിൽ നമ്മൾ 4.20 തരികയാണെങ്കിൽ വിത്ത് ഏജന്റിന്റെ ഫീ ഒക്കെ അടക്കം തരികയാണെങ്കിൽ 4.20 നമുക്ക് കേരളത്തിൽ മലപ്പുറത്തും കൊണ്ടോട്ടിയായിട്ട് ചെയ്തും കൊടുക്കാം. രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് അവിടെ ചെയ്തു കൊടുക്കാം. ഓക്കെ. ബെൻസ് എന്ന് കേൾക്കുമ്പോൾ കൂടുതൽ ആളുകളുടെ മനസ്സിലും ആദ്യം കടന്നെത്തുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു റൗണ്ട് ലൈറ്റ് ആണ്. റൗണ്ട് ലൈറ്റ് അല്ലേ? ഓക്കെ. ഇതിൽ തന്നെ പല ഷേപ്പ് ഉണ്ട്. ഇതേ സെറ്റപ്പിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളിൽ തന്നെ പല മോഡൽസ് ഉണ്ട് അല്ലേ? ഇതിപ്പോൾ ഏതാ? ഈ ക്ലാസ്സാ? ഇത് E280 ആണ്, ഡീസൽ. 280 ഡീസൽ E280. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇതും റിന്യൂവൽ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെറും 10,800 ടാക്സ് അടച്ചാൽ മതി. നമ്മൾ ഈ ടാക്സിന്റെ കാര്യം പറയണ E280 ഒരു വർഷം 65,000 ടാക്സാണ്. ഒറ്റ വർഷം ബാലൻസ് ഉണ്ടെങ്കിൽ വരെ 65,000 ടാക്സ് അടക്കണം. ഇതിപ്പോ 5 വർഷത്തെ പേപ്പറും ഉള്ളതുകൊണ്ട് ഇതൊക്കെ അത്രയും ഇൻവോയ്സ് ഉള്ള വണ്ടിയാണ്. പുതിയ കാറുകളെക്കാൾ 212നേക്കാൾ ഇൻവോയ്സ് കൂടുതലാണ്. അന്നത്തെ കാലം 48 ലക്ഷം റുപ്യ വില ഉണ്ട് എക്സ്ഷോറൂം പ്രൈസ്. ഓൺ ദ റോഡ് ഏതാണ്ട് ഒരു 60-62 റുപ്യ വരും അന്ന്.
അന്ന് 60 രൂപ എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി റിന്യൂവൽ എടുത്തിട്ടുണ്ട്. വെറും 10,800 ടാക്സ് അടച്ചാൽ മതി. കറക്റ്റ് 96,000 കിലോമീറ്റർ. 96,000 ഡീസൽ E280. ഇതിനെത്ര മൈലേജ് കിട്ടും? ഇതെന്തായാലും ഒരു 14-15 വരെയൊക്കെ കിട്ടാം. 13 ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം. കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. 280ക്ക് ഒരു സ്പെഷ്യൽ ഫാൻസ് തന്നെ ഉണ്ട്. എന്തെങ്കിലും റീപ്ലേസ്മെന്റോ ക്ലെയിമോ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ. റീപ്ലേസ് മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് ഉണ്ട്. ഓക്കെ, മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ കാലപ്പഴക്കം കൊണ്ട് മാറ്റുന്നതാവാം, ചിലപ്പോൾ പൊട്ടിയിട്ട് മാറ്റുന്നതാവാം, എന്തും ആവാം. ഏതായാലും മേജർ അങ്ങനത്തെ ഒന്നുമില്ല, മേജർ ഒന്നുമില്ല. ഓക്കെ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനെ കാറുകൾ കൊടുക്കാൻ പറ്റുന്നത്? കാരണം പല സ്ഥലത്തും നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ അങ്ങനെ കാണാറില്ല. അതുകൊണ്ടാണ് എടുത്തു വയ്ക്കുന്നത്. കസ്റ്റമർ പുറത്തെ വണ്ടി ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ, അതായത് പുറത്ത് ഔട്ട് ഓഫ് സ്റ്റേറ്റിലെ വണ്ടി ചൂസ് ചെയ്യുമ്പോൾ, സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് വേണം. ഓക്കെ. അപ്പോഴല്ലേ അവർക്ക് ബെനിഫിറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ കേരള വണ്ടി എടുത്താൽ പോരെ. ഓക്കെ. അപ്പോൾ പുറത്തെ വണ്ടികൾ ആളുകൾ ഇത്രയും റിസ്ക് എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ NOCക്ക് വെയിറ്റ് ചെയ്ത് അത് RMA ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് പ്രൈസ് കുറയാനാണല്ലോ. തീർച്ചയായും. അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പ്രൈസിൽ നമ്മൾ കൊടുക്കാൻ ആണെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായം. അല്ലാതെ ചില ആളുകൾ പുറത്തെ വണ്ടികൾ കേരള വണ്ടിയേക്കാൾ വില ചോദിക്കും. അപ്പം അങ്ങനെ വേണ്ട, അങ്ങനെയാണ് നല്ലത്. ഇതാകുമ്പോൾ പെട്ടെന്ന് സെയിലും നടക്കും. കസ്റ്റമർക്ക് പ്രൈസിൽ അട്രാക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കസ്റ്റമർ എടുക്കും. അത് കൂടുതൽ പിന്നെ അതിൽ ചോദ്യമൊന്നുമില്ല. പിന്നെ ഒരുവിധം ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ ആളുകൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ചെറിയ ഫുള്ള് 100% ഇപ്പോൾ ഇത് ക്ലിയർ ആക്കി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. കാരണം അത്രയും പഴക്കം ചെന്ന വണ്ടിയാണ്. പിന്നെ അങ്ങനത്തെ കാറ്റഗറിയാണ്. 4 ലക്ഷം റുപ്യക്ക് ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഷിഫ്റ്റ് പോലും കിട്ടൂല, നല്ല വണ്ടി കിട്ടൂല. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുന്നത് എന്താ വെച്ചാൽ ആളുകൾക്ക് ഒരു ആഗ്രഹം തീർക്കാം. തീർച്ചയായും. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ 3,90,000 കിട്ടിയാൽ കൊടുക്കും. 3,90,000 രൂപയ്ക്ക് പുതിയ പേപ്പറിൽ 10,800 രൂപയും കൂടി കൂട്ടിയാൽ പുതിയ പേപ്പറിൽ 5 വർഷത്തേക്കുള്ള പേപ്പറിൽ ഓൾറെഡി 75,000 റുപ്യേൻ്റെ വർക്ക് ഇപ്പോൾ ഞാൻ ഇതിൽ എടുപ്പിച്ചു. ലോവർ റാം, സസ്പെൻഷൻ ആൻഡ് എൻജിൻ ഓയിൽ മാറി, പിന്നെ മൗണ്ടിങ്ങുകൾ ഫുൾ മാറി. ജസ്റ്റ് അടുത്തൊരു 15,000 കിലോമീറ്റർ 15,000 കിലോമീറ്റർ ഓയിൽ സർവീസ് ചെയ്യേണ്ടെന്ന് മാത്രമല്ല, സസ്പെൻഷൻ വർക്ക് എന്തായാലും ഒരു 30-40 കിലോമീറ്റർ എന്തായാലും ഓടും ഗ്യാരണ്ടി. ഓക്കെ. അത്രയും നല്ല വണ്ടി. ഓക്കെ. അടുത്തത് ബെൻസിൻ്റെ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്, സ്റ്റാർട്ടിംഗ് സെഗ്മെന്റ് എന്നൊക്കെ പറയാം. എ ക്ലാസ് A180 പെട്രോൾ ആണല്ലേ ഇത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ A180 ഡീസൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ സൺറൂഫ് ഉണ്ടാവും. ഡീസലിൽ സൺറൂഫ് വരും. 15 തൊട്ട് സൺറൂഫ് വരും. ഓക്കെ. ഓക്കെ. ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2013 മോഡലാണ്. 59,000 കിലോമീറ്റർ. 59,000. ഓക്കെ. ഓണർഷിപ്പ് 3rd ആണ്. വണ്ടി നല്ല വണ്ടിയാണ്. ഓക്കെ. കൂടുതലായിട്ട് വല്ലാണ്ട് എന്താ പറയുക, റഫായിട്ടില്ല രീതിയിൽ. പൊതുവേ ഇതിന്റെ ഡീസൽ പെട്ടെന്ന് ആൾക്കാർ കൊണ്ടുപോകും. മൈലേജും ഡീസൽ A ക്ലാസ്സിനും B ക്ലാസ്സിനും ഒക്കെ എനിക്ക് തോന്നുന്ന കൂടുതൽ കസ്റ്റമർ പെട്രോൾ തന്നെയാണ്. കാരണം ഇത് ഹാച്ച് ബാക്ക് ആണ്. മാത്രമല്ല മൈലേജ് ആണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. എത്ര കിട്ടും? എന്തായാലും ഒരു 14-15 കിലോമീറ്റർ. സാധാരണ ഒരു പെട്രോൾ വണ്ടി കിട്ടുന്നാണ് എന്റെ ഒരു അഭിപ്രായം. നല്ല മൈലേജ് ആണ്. മൈലേജിൽ യാതൊരു ടെൻഷനും ആവണ്ട. അപ്പൊ പിന്നെ പെട്രോൾ വെർഷൻ മതി. മാത്രമല്ല പെട്രോൾ ആവുമ്പോൾ സൺറൂഫ് വരും. പിന്നെ അലോയ് വീലിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, ഇന്റീരിയറിലൊക്കെ മാറ്റം ഉണ്ടാവും. മറ്റേതൊരു ഒത്തിരി ഒരു ഡീസലാകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ലെവലിൽ ആണ് ഒരു ഇന്റീരിയർ ഒക്കെ. പിന്നെ എന്താ വെച്ചാല് വലിയ മെയിൻ്റനൻസ് ഉണ്ടാവില്ല ഡീസൽ പെട്രോൾ ആകുമ്പോൾ. ഡീസലും മെയിൻ്റനൻസ് കുറവാണ് കമ്പാരിറ്റീവ് പെട്രോൾ ഡീസലും വെച്ച് അത് നോക്കുമ്പോൾ പെട്രോളാണ് ബെസ്റ്റ് അല്ല. ഓക്കെ. സാധാരണ ഇവിടെ ഇപ്പൊ ഇത്രയും വലിയ കാറുകളുണ്ട്, അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു വെയിറ്റ് ഫീൽ ചെയ്യൂല. പക്ഷെ ഈ ഒരു സാധനം കാണുമ്പോൾ ഒരു ഹെവി വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. കാണുമ്പോൾ അതിന്റെ ബോഡി ഷേപ്പ് ഇതൊക്കെ കാണുമ്പോൾ മൊത്തത്തില് വണ്ടി വളരെ ചെറിയ വണ്ടിയാണ്. അതെ, ചെറിയ വണ്ടിയാണ്. പക്ഷെ കാണുമ്പോൾ ഒരു ഫീൽ കിട്ടുന്ന ഇതിനാണ് വെയിറ്റില്. ഓക്കെ. ഇതിപ്പോ എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനൽ 6,75 കൊടുക്കാം. 2013 വണ്ടി, 6,75,000. നല്ല പ്രൈസാണ് അതൊക്കെ. ഓക്കെ. നല്ല അടിപൊളി പ്രൈസാണ്. നല്ല പ്രൈസാണ്. നല്ല പ്രൈസാണ്. ഓക്കെ. പെട്രോൾ വണ്ടിയാണതും. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് ഇങ്ങനെ വരാൻ കാരണം? അല്ല, പ്രൈസ് എന്താണോ, പ്രൈസ് അട്രാക്ഷൻ ഉണ്ടെങ്കിലേ കസ്റ്റമറെ റെസ്പോൺസ് കൂടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ 8 ലക്ഷം 9 ലക്ഷം ചോദിച്ചാലും മാർക്കറ്റ് പ്രൈസ് തന്നെയാണ്. കാരണം കേരളത്തിലെ വണ്ടികൾ, കേരളത്തിൽ നല്ല A ക്ലാസ്സുകളൊന്നും അങ്ങനെ ലോ പ്രൈസിലൊന്നും എവിടെയും കിട്ടാനില്ല.
അപ്പോൾ കസ്റ്റമർക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായാലേ റെസ്പോൺസ് കൂടുള്ളൂ, കോൾസ് കൂടുള്ളൂ, പെട്ടെന്ന് സെയിൽ നടക്കുകയുള്ളൂ. അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് അടുത്ത വണ്ടി എടുക്കാൻ പറ്റും. വെച്ചോണ്ടതിന്റെ കാര്യമില്ല, വെറുതെ 8 ലക്ഷം ചോദിച്ചിട്ട് 8 ലക്ഷം കസ്റ്റമർക്ക് ഇന്ന് എല്ലാം അറിയാം. ആദ്യം പ്രീമിയം കാറുകളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ഈ വീഡിയോസും കാര്യങ്ങളും ഒരുപാട് സോഷ്യൽ മീഡിയന്റെ ഇൻഫ്ലുവൻസ് കാരണം ഷാനവാസ്ക സ്റ്റാർട്ടിങ് തൊട്ട് നല്ല അടിപൊളി പ്രൈസ് തന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ, അതിലൊരു ഇതുമില്ല. പിന്നെ മാറണമെങ്കിൽ ഇത് എന്തായാലും ഒരു 70-80 റുപ്യ വരും. 80,000. ഓക്കെ, 2013 വണ്ടിയാണ്. അതെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തതാ നല്ലൊരു അടിപൊളി ബ്ലാക്ക് C200 പെട്രോൾ CGI അല്ലേ? CGI. എങ്ങനെ കാര്യങ്ങൾ? ഇത് 2011 രജിസ്ട്രേഷൻ, 2010 ഡിസംബർ മാനുഫാക്ചറിങ്. ഓക്കെ, ലാസ്റ്റ് ആണ്. 99,000 കിലോമീറ്റർ, 99,000 കിലോമീറ്റർ. അവൻഗാർഡാണ്, നല്ല വണ്ടിയാണ്. ഓക്കെ, 2010 മോഡൽ, 11 രജിസ്ട്രേഷൻ. അതെ, ആ ഒരു പ്രീമിയം ലുക്ക് അതിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ സീറ്റിലും അവൻഗാർഡ്, അതിനെ കൊണ്ടാണ് ആ ഡ്യുവൽ ടോൺ വരുന്നത്. ഓക്കെ, പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു വണ്ടി വെച്ചിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന വണ്ടികൾ നോക്കുകയാണെങ്കിൽ ഫീച്ചർ വൈസ്, അതായത് ഇപ്പോൾ എടുക്കുന്ന ഒരു ആഗ്രഹം തീർക്കാനാണല്ലോ, അപ്പോൾ ആ ഒരു വണ്ടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു വണ്ടി ഒരു സാധാരണക്കാരന് ഒരു ഫീല് കിട്ടുമോ? ഓ, തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇതിൽ അന്നത്തെ 2011 തന്നെ ABS ആൻഡ് EBD എല്ലാം വന്നതാണ്, എല്ലാം ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം അല്ല എന്നുള്ളൂ. ആൻഡ്രോയിഡ് അതായത് ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് കണക്ഷൻ അല്ല, ഡിജിറ്റൽ തന്നെയാണ്. ഓക്കെ, പിന്നെ സ്റ്റിയറിംഗ്, ഓഡിയോ കൺട്രോളർ, ABS, 8-10 എയർ ബാഗ് വരും. 10 എയർ ബാഗ് വരും. സൈഡ് കർട്ടൻ, എല്ലാ ഫീച്ചേഴ്സും. ഇന്നത്തെ വണ്ടിയും അതുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതിന് പ്രൈസ് ഒരുപാട് വ്യത്യാസം വരും. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4,80,000 റുപ്യക്ക്. 4,80,000 NOC. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ 50,000 റുപ്യ. 50,000 രൂപ വേണ്ട, മാറാനും പറ്റും ചെറിയ എമൗണ്ടിൽ. വലിയ മെയിൻ്റെനൻസ് ഇല്ലാണ്ട് കൊണ്ടു നടക്കാനും പറ്റും. പെട്രോൾ വെർഷൻ ആയതുകൊണ്ട് ഒരു ടെൻഷൻ വേണ്ട. ഇതാ പിന്നെയും C200 ആണ്, പെട്രോൾ വണ്ടി തന്നെ. എന്താ ഷാനവാസ്ക ഇപ്രാവശ്യം പെട്രോൾ ആണല്ലോ കൂടുതലുള്ളത്? നമ്മളെല്ലാ പ്രാവശ്യം പെട്രോൾ തന്നെയാണല്ലോ കൂടുതൽ. അതെയോ അല്ലേ? പെട്രോൾ ആകുമ്പോൾ നമുക്ക് എന്താണോ സെയിൽ ചെയ്യുമ്പോൾ ടെൻഷൻ ഇല്ല. മറ്റേ കുറച്ച് ഓൾഡ് കാറൊക്കെ ആണെങ്കിൽ ഡീസൽ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷനാണ്. എന്തൊക്കെ പറഞ്ഞാലും ഡീസലിന് അതിൻ്റെതായ ഒരു നോയ്സും വൈബ്രേഷനും ഒക്കെ എന്തായാലും വരും. അപ്പോൾ കസ്റ്റമർക്കും തന്നെ പിന്നെ അത് ഇത് എന്നുള്ള കസ്റ്റമറെ ശരിക്കും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് തന്നെയല്ലേ ബോധ്യപ്പെടുത്തിയാലും കസ്റ്റമർക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വണ്ടി സ്റ്റാർട്ടിങ്ങിന് ഒരു ഡിലേ വന്നാലും കസ്റ്റമർ സ്വാഭാവികമായിട്ട് നമ്മളെ വിളിക്കും. അപ്പോൾ നമുക്കത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു ടെൻഷനല്ല. അപ്പോൾ പെട്രോൾ ആകുമ്പോൾ ആ പെട്രോൾ അടിക്കുക എന്നുള്ള ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജേ ഉള്ളൂ, ബാക്കി ഫുൾ അഡ്വാൻറ്റേജ് ആണ്. ഇത് കംപ്രസർ അല്ല? കംപ്രസർ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വെറും 34,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് സർവീസ് റെക്കോർഡ് ഉണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ വണ്ടിയാണ്. 38 ഇത് ഏറ്റവും ലോ കിലോമീറ്റർ ആണ്. ഇത് വെറും 34,000 കിലോമീറ്റർ. ഇവനവിടെ പോയി ഇവരെ നമുക്ക് വെച്ചു കൊടുത്തു. അതൊക്കെ വെച്ചു കൊടുക്കാം. ഓക്കെ, ഇതെന്താ വെച്ചാൽ ഈ ഗ്രില്ലെല്ലാം മറ്റേ പഴയ ഗ്രില്ലാണെങ്കിൽ ഇവിടെ പൊന്തി നിൽക്കണം, അങ്ങനെയും വെച്ചു. ഓരോ കസ്റ്റമർക്കും ഓരോ പോലെയാണ്. കുറച്ച് യങ്സ്റ്റേഴ്സിനാണ് ഇങ്ങനത്തെ ഗ്രില്ല് വേണ്ടത്, മറ്റേതൊക്കെ മറ്റേത് മതി എന്നുള്ളതാണ്. അത് 34,000 കിലോമീറ്റർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഓൾറെഡി കേരളത്തിലേക്ക് മലപ്പുറത്തേക്ക് NOC അല്ല, ഓൾറെഡി നമ്പർ ആയിട്ടുണ്ട്, ഫാൻസി നമ്പറാണ്. KL 10 ആയി കഴിഞ്ഞു. KL 10 അല്ല, KL 84 ആണ്. 34,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്ക് 4,40,000 റുപ്യക്ക് കൊടുക്കാം. 4,40 നമ്പർ ആയി കഴിഞ്ഞ 2030 വരെ ഓൾ പേപ്പേഴ്സ് വാലിഡ് ആണ്. ടാക്സ് റിന്യൂവല് ആൻഡ് ഗ്രീൻ ടാക്സ് ഒന്നും നോക്കാം. ഇൻഷുറൻസ് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയത് കെട്ടിക്കൊടുക്കാം. 4,30 പുതിയ 4,40 പുതിയ ഇൻഷുറൻസ് അടക്കം എടുത്തുതരാം. ഓക്കെ, വീണ്ടും ആ റൗണ്ട് ലൈറ്റ് തന്നെ വന്നിരിക്കുന്നു. ഈ 230 ആണ്, പെട്രോൾ ആണ് ഈ പ്രാവശ്യം. നേരത്തെ ഡീസൽ ആയിരുന്നു. 280 ആണ്, ഇത് 230 ആണ്. 280 230 ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ V6 എഞ്ചിൻ തന്നെയാണ്, പക്ഷെ ഇത്തിരി CC കുറച്ചിട്ട് മൈലേജ് കൂട്ടാനും വേണ്ടിയാണ് കമ്പനി അങ്ങനെ ചെയ്തത്. അങ്ങനെ കൂട്ടിയിട്ട് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? എന്തായാലും ഒരു 11 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. സിലിണ്ടർ എഞ്ചിനിൽ പിന്നെ 11 തന്നെ ധാരാളം. ഇത് നല്ല വണ്ടിയാണ്, ഒറിജിനൽ പെയിന്റ് ആണ്. നല്ല 96 കിലോമീറ്റർ, 96,000 മോഡല്, 2008 എൻഡ് ആണ്, ഡിസംബർ വണ്ടിയാണ്. അപ്പൊ പേപ്പർ ഇപ്പൊ എന്താ വെച്ചാൽ 2030 വരെ വാലിഡ് ഉണ്ട്, റിന്യൂവൽ എടുത്തിട്ടുണ്ട് 29 വരെ. ഇത് വെറും 10,800 രൂപ ടാക്സ് അടച്ചാൽ കേരളത്തിലേക്ക് നമ്പർ ആക്കാം. പക്ഷെ നമ്മൾ നമ്പർ ആക്കാത്ത എന്താ വെച്ചാൽ കസ്റ്റമർ അവരവരെ നമ്പർ രജിസ്ട്രേഷനിലെ നമ്പർ ആക്കാലോ. റിന്യൂവൽ എടുത്തു കഴിഞ്ഞ വാഹനമാണ്. റിന്യൂവൽ എടുക്കുമ്പോൾ എനിക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി ഒന്നും അത്രയും നീറ്റിലാണ് വണ്ടി ഉള്ളത്. ഓൾറെഡി എടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ ടാക്സ് അടച്ച് നമ്പർ ആക്കിയാൽ മതി. പെയിന്റ് ഒറിജിനൽ തന്നെയാണ്, ഒറിജിനൽ തന്നെയാണ്. ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ, ബാക്കി
മൊത്തത്തിൽ നീറ്റ് വണ്ടിയാണ്, ഇൻറ്റീരിയർ ആയാലും എല്ലാം. ഇതിലൊക്കെ മെയിനായിട്ട് ചോദിക്കാനുള്ളത് ഞാൻ എല്ലാത്തിനും ചോദിച്ചിട്ടില്ല, എല്ലാത്തിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം വർക്കിംഗ് എല്ലാം വർക്കിംഗ് ഒരു ടെൻഷനോ. ഓക്കെ, നമുക്കിതിപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എയർ ബാഗിൻ്റെ അതിൻ്റെ ഒക്കെ അവസ്ഥകൾ അറിയാൻ പറ്റുമോ? സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ കാണിക്കുമല്ലോ അല്ലേ? സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ വരാം. അതല്ല, ഈ മേജറായിട്ടുള്ള എയർ ബാഗ് കാര്യങ്ങളൊക്കെ നമ്മളെ സേഫ്റ്റി ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിനായിട്ട്, അങ്ങനത്തെ ഒക്കെ അറിയാൻ പറ്റുമല്ലോ അല്ലേ? എല്ലാം അറിയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിധം കംപ്ലൈൻസുകളൊക്കെ നമ്മൾ ശരിയാക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ഇപ്പം സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ മീറ്ററിൽ 1-2 മെസ്സേജ് ഒക്കെ ഇപ്പൊ ടയർ പ്രഷർ അങ്ങനെ എന്തെങ്കിലും ചെറിയ വരാം. അല്ല 100% ഇപ്പൊ ക്ലിയർ ആയിട്ട് ഇപ്പൊ ഇത്രയും പഴയ കാറുകൾ അങ്ങനത്തെ അല്ല, മേജർ ആയിട്ടുള്ള ഞാൻ ചോദിച്ചത്. മേജറായിട്ടൊന്നും സേഫ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എത്രക്ക് നമുക്ക് കൊടുക്കാം? നമുക്ക് 380 കൊടുക്കാം. 380. ഇന്ന് ഇപ്പൊ നമ്മൾ കണ്ടതിൽ ഏറ്റവും വില കുറഞ്ഞ കാറാണിത്. ആണോ? ഇതുവരെ ഉണ്ടല്ലേ? ആണെന്ന് തോന്നുന്നു. മറ്റേ 390 അതെ, 280 ഡീസലാണ്. ഇത് 230 പെട്രോൾ ആണ്. 3,80,000 ഇതാ ഇത്രയും ഭീമാകാരമായ ഒരു ബെൻസ് കൊണ്ടുപോകാം. വലിയ മെയിൻ ഒരു കംപ്ലൈൻസും ഇതിനൊന്നും വരും. ഒന്നും പേടിക്കണ്ട അല്ലേ? പെട്രോൾ വെർഷൻ ആണെങ്കിൽ ഒരു കംപ്ലൈൻസും വരില്ല. പെട്രോൾ അടിക്കുക എന്നുള്ള ചെറിയൊരു പ്രശ്നമുള്ളൂ. അത് ഒഴികെ പിന്നെ ഇത് പുതിയ ബാറ്ററിയാണ്, പുതിയ പേപ്പറാണ്, ടയേഴ്സ് എല്ലാം 4 പുതിയതാണ്. ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ 2 വണ്ടികൾ ഒരു ഫ്രെയിമിൽ ഞാൻ കാണിക്കാതെ വിചാരിച്ചു. 2 റൗണ്ടിലായിട്ട് കിടക്കുകയാണ്. എങ്ങനെയാണ് ഷാനവാസ്? 2007 ഓൾറെഡി കേരള നമ്പർ ആയിട്ടുണ്ട്. 2029 വരെ ഓൾ പേപ്പേഴ്സ് വാലിഡ് ആണ്. ഏതാണ് ഈ 200 പെട്രോൾ? 200 പെട്രോൾ ആണ്. ഓക്കെ, 2007 മോഡലാണ്. 1,02,000 കിലോമീറ്റർ. ഓക്കെ, 2007 മോഡൽ. 2007 മോഡൽ. ഫൈനൽ 3.5 ലക്ഷം ഉറുപ്പിക ഇട്ടാണെങ്കിൽ വിത്ത് കേരള രജിസ്ട്രേഷൻ അടക്കം 3.5 ലക്ഷം. 3,50,000 രൂപയ്ക്ക് ബെൻസ് കേരള. അത് അതിലും കുറവാണ്. 2003 മോഡലാണ്. അത് 2.25 കൊടുക്കുക. അതും വിത്ത് കേരള നമ്പറാണ്. 2,70,000. ഇത് പെട്രോളാ? അത് പെട്രോളാണ്. സെയിം ഓപ്ഷൻ ആണ്. ഓക്കെ, സെയിം അല്ല, അത് 6 സിലിണ്ടർ ആണ്, അത് 4 സിലിണ്ടർ ആണ്. അതൊരു 10 കിലോമീറ്റർ മൈലേജ് കിട്ടുള്ളൂ. ഇതൊരു 12 കിലോമീറ്റർ മൈലേജ് കിട്ടും. പക്ഷെ കാണുമ്പോൾ കുറച്ചുകൂടി ഹെവി വലുപ്പം അതിനാണല്ലേ? സെയിം ആയിരിക്കും. നമുക്ക് തോന്നുകയാണ് കളേഴ്സിലുള്ള ഒരു വ്യത്യാസം കൊണ്ട്. അപ്പോൾ 2.25 ലക്ഷത്തിനും 3.5 ലക്ഷത്തിനും ബെൻസ്. കൂടുതൽ ബഡ്ജറ്റ് കാറുകളാണ് നമ്മൾ ഈ പ്രാവശ്യം. അതുകൊണ്ടാണ് ഒരു സ്റ്റോക്ക് കുറഞ്ഞത്. ഇനിയുള്ളത് കൂടിയ സ്റ്റോക്കാണ്. കൂടിയ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ വെക്കണ്ടെന്ന് കരുതി. വില കൂടുതലല്ല ഞാൻ പറയുന്നത്, വില കൂടുതലല്ല, പക്ഷെ മോഡൽ കൂടിയ ആ ഒരു വിലകളുള്ള വണ്ടികളാണ് വേറെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അതെ, ഞാൻ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ വില കൂടിയ വണ്ടികൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വൈകാതെ ചെയ്യാം. ഓക്കെ, മോഡൽ കൂടിയ വണ്ടികളും വില കൂടിയെന്ന് വെച്ചാൽ വില ബഡ്ജറ്റ് കൂടിയതാണ്, അല്ലാണ്ട് മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ വില കൂടുതൽ. റേറ്റ് ഒക്കെ നമ്മൾ ഇത്രയും വില കുറച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. മൂപ്പര് എന്താ പറയാ, ഡീലറിന് കൊടുത്തോണ്ടുന്ന ആളാണ്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട് പറഞ്ഞതല്ലേ. ഓക്കെ, അപ്പം അങ്ങനെ വേറെന്താ? ഓക്കെ, വേറൊന്നുമില്ല. 2.25 തൊട്ട് ബെൻസുകളുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇപ്പോൾ കാണിച്ച വണ്ടികളിൽ വലിയ മെയിൻ്റനൻസ് ഒന്നും വരാത്ത ഒരു ആഗ്രഹം തീർക്കണമെങ്കിൽ എടുക്കാൻ പറ്റിയ ബെൻസുകളാണല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ കോൺടാക്ട് ചെയ്തത് നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഷാനവാസ്, ഇനി അടുത്ത സ്റ്റോക്ക് എപ്പോഴാണ്? നമ്മൾ അടുത്ത മാസം വൈകാതെ ചെയ്യാം. 1 മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്നു. 1 മാസത്തിൻ്റെ ഉള്ളിൽ. കാരണം കൂടുതൽ കസ്റ്റമർ ഇങ്ങനെ വിളിക്കണോണ്ടാണ് നമ്മളിങ്ങനെ ഇത്തരം കാറുകൾ ഒന്ന് ചെയ്യാന്ന് കരുതിയത്. കാരണം സാധാരണക്കാരാണ് കൂടുതൽ വിളിക്കുന്നത്. അങ്ങനല്ല, പൈസ ലോണൊക്കെ കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിച്ചാണ്ടാണ്. അപ്പം ലോൺ ഇത്തരം കാറുകൾക്ക് കിട്ടൂല. നമ്മളൊരു ഗോൾഡ് ലോണൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള പ്രൈസ് അതാവുമ്പോ സേഫ് ആണ്. പിന്നെ കസ്റ്റമർ ചോയ്സാണ്. ലോൺ കിട്ടൂല, അത്രയല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 10 വർഷത്തിൽ താഴെയുള്ള വണ്ടികൾക്ക് ലോൺ കിട്ടുള്ളൂ. മാത്രമല്ല, ലോൺ കിട്ടണമെങ്കിൽ ഓൾറെഡി കേരള നമ്പർ ആയിരിക്കണം. മാത്രമല്ല, ഇനിയിപ്പോൾ ലോൺ കിട്ടിയാൽ തന്നെ ഒരു 60-70% ഒക്കെ അല്ലെങ്കിൽ 75% ഒക്കെ ലോൺ കിട്ടും. എങ്ങനെ ആയാലും വലിയ കാറുകളാകുമ്പോൾ ഡൗൺ പേയ്മെന്റ് മിനിമം ഒരു 5, 6, 7 ലക്ഷം ഒക്കെ വരും. ആ പ്രൈസ് ഉണ്ടെങ്കിൽ ഇത്തരം കാറുകൾ എടുക്കാമല്ലോ. അതെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഷാനവാസ്, ഓക്കെ, അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു, ബൈ.